ഇപ്പൊ ബിഗ് ബോസിനകത്ത് ജിൻഡോയ്ക്കെതിരെ ഒരു അലിഗേഷൻ ഉയർന്നിട്ടുണ്ട്. ജിൻഡോയ്ക്ക് ഈ സ്ത്രീകളോട് ഒരു ഇതുണ്ട് എന്നുള്ള രീതിയിൽ, അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ജിം മാസ്റ്റർ എന്റെ ബോഡി എങ്ങനെയാണ് ഇങ്ങനെ ഫിറ്റ് ആക്കിയെന്നൊക്കെ ചോദിച്ചില്ലേ? അപ്പൊ ഇതാണ് ഇന്നലെ തൊട്ട് ജിൻഡോ കുട്ടനെതിരെ നല്ല രീതിയിലുള്ള ഒരു അലിഗേഷനാണ്. കാര്യം ജിൻഡോ അഭിഷേകിനെ കയറി പിടിച്ചു എന്ന് പറയുന്നത് സംഭവം. ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ വട്ടമല്ല. ആദ്യം ശരണ്യയുടെ ഒരു കേസ് ഉണ്ടായിരുന്നു, രണ്ടാമത് അപ്സരയുടെ കേസ്. അപ്സരയുടെ കേസ് വലുതായിട്ട് ആരും പറഞ്ഞില്ലെങ്കിലും ശരണ്യ ആ ഒരു സംഭവം പറയുന്നതിന്റെ ഇടയ്ക്ക് അപ്സര പറയുന്നുണ്ടായിരുന്നു അപ്സരയ്ക്ക് അതിൽ എന്തോ ഒരു മോശം അനുഭവം ഉണ്ട് എന്ന്. രണ്ടാമത് പിന്നെ മൂന്നാമത് വരുന്ന ഒരു കേസാണ് ഇപ്പം അഭിഷേകിന്റെ വിഷയം. എന്തുവാടേ ഇത്? സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ബിഗ് ബോസ് ശരിക്കും എന്തുവാ ഇവിടെ നടക്കുന്നേ? എന്തുവാ ഇത്? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? അപ്പൊ എന്തായാലും ഇന്നലെ നടന്ന സംഭവം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ ജിൻഡൂട്ടനെതിരെ വന്നത്, ജിൻഡൂട്ടൻ അവനെ കയറി പിടിച്ച് അഭിഷേകിന്. ജിൻഡോ ഉറക്കത്തില് അഭിഷേകിന്റെ തൊടയെ കയറി പിടിച്ച്. മറ്റേ അഭിഷേകിന്റെ അടുത്ത് പിന്നെയും കുഴപ്പമില്ല, നമ്മുടെ ഗേഷേകിന്റെ തൊടയിലാണ് ഗൈസ് ലവൻ പിടിച്ചത്. ഞാൻ ഒരു തവണ അല്ല പിടിച്ചത്, 2-3 തവണ മൊത്തം പിടിച്ചിട്ടുണ്ട്. പക്ഷേ അണ്ണൻ ഓർമ്മയില്ലെന്നാണ് ഇപ്പൊ കിടന്ന് ഉരുളുന്നത്. കാര്യം ഇത് 3 വട്ടം പിടിച്ച്, 1 വട്ടം പിടിച്ചു, 2 വട്ടം പിടിച്ചു, 3 വട്ടം പിടിച്ച്. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പം ജിൻഡോയുടെ പഞ്ച് നിലവിൽ അത്യാവശ്യം നല്ലോണം ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ചിട്ട് വന്ന ജിൻഡോയാണ്. പക്ഷേ എന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഒരു അലിഗേഷൻസ്, കാര്യം ഇപ്പോൾ 1 വട്ടമായി, 2 വട്ടമായി, 3 വട്ടമായി. കാര്യം ഇങ്ങനെ കണ്ടിന്യൂസ്ലി വരുമ്പം ആരും ചുമ്മാതെ പറയേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല എന്നുള്ളൊരു ചിന്ത സ്വാഭാവികമായിട്ടും എല്ലാവർക്കും കാണും. അപ്പൊ ഈ ഒരു വിഷയത്തിൽ ശരിക്കും 1 പിടിച്ചു, 2 പിടിച്ചു, 3 പിടിച്ചു. ഈ കാര്യം 1 വട്ടം ചിലപ്പോൾ അബദ്ധം പറ്റിയേക്ക്, 2 വട്ടം പറ്റി, ഇത് 3-ാമത്തെ വട്ടം അങ്ങനെ പറ്റുമെന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഈ ഒരു സീസണിൽ എല്ലാവരും ഇങ്ങനെയുള്ളൊരു കാർഡ് വെച്ചിട്ടാണ് കളിക്കുന്നത്. കാര്യം നീ എന്നെ കയറി പിടിക്കാൻ നോക്കി, അല്ലെങ്കിൽ നീ എന്നോട് മോശമായിട്ട് ഇതാക്കി, ഇതാണ് ഇവർ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. കാര്യം ജിൻഡോയെ സംബന്ധിച്ച് ഈ വീട്ടിലുള്ള എല്ലാവരും ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജിൻഡോ പുറത്താക്കും, ഒരു ഡൗട്ടും ഇല്ല. അവരുടെ ഷോയിൽ ഈ പറയുന്ന എല്ലാ കണ്ടസ്റ്റൻസും ജിൻഡോ ഇവിടെ നിൽക്കുന്നതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, ജിൻഡോ ഇങ്ങനെയുള്ള ഒരു ഒരുത്തനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ജിൻഡോ പുറത്താക്കും. പിന്നെ ജിൻഡോ പറ്റിയിട്ട് പുറത്തും വലിയ നല്ല അഭിപ്രായമൊന്നും അല്ല. പക്ഷെ പുറത്തെ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും നോക്കേണ്ട കാര്യമില്ല. ഗെയിം കളിക്കുമ്പോഴത്തേക്ക് ആ ഗെയിമിനകത്ത് മാത്രം കാര്യങ്ങൾ നോക്കിയാൽ മതി. പക്ഷെ അതിനകത്തും ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താ പറയണ്ടേ, അത് അവരുടെ കാര്യം പുള്ളിയെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് അത് തീർച്ചയായിട്ടും വിഷമം ഉണ്ടാകുന്ന കാര്യം തന്നെ. എന്തായാലും ബാക്കിയോടെ കേട്ടു നോക്കാം. ജിൻഡോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കള്ളത്തരം പറയുന്നുണ്ട്, നമുക്ക് ജിൻഡോയെ അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കാനും പറ്റൂല. അണ്ണാ മാനം പോലെ കേസ് കേട്ടാണ്, പെണ്ണുങ്ങളെ കയറി പിടിച്ചായിരുന്നു പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ഇതിൽ അവനെയൊക്കെയാണ് പിടിച്ചേക്കുന്നത്. മറ്റേ മഴവിൽക്കാരെ ഇറങ്ങി വരും, ജിൻഡോയെ മിക്കവാറും ഞട്ടിപ്പുറത്ത് നിർത്തും മിക്കവാറും മഴവിൽക്കാരെല്ലാം കൂടെ. ആദ്യത്തെ പിടി എനിക്ക് ഓർമ്മയുണ്ട്, അത് കഴിഞ്ഞ് പിടിച്ചതൊന്നും എനിക്ക് ഓർമ്മയില്ല. അതെന്താ ഓർമ്മയില്ലാത്തോണ്ട് ആദ്യമാണ് നൈസായിട്ടൊന്ന് പിടിച്ച്, അത് കഴിഞ്ഞ് ലവൻ കൈതട്ടി മാറ്റി, പിന്നെയും കയറി പിടിച്ച് ലാസ്റ്റത്തെ 2 പിടി ഞാൻ മറന്നുപോയി ഗൈസ്. ലവൻ പറയുന്നത് വെച്ചാൽ ഇവൻ 2 പിടുത്തം കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ പിടി പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അളിയൻ അവൻ്റെ മൈൻഡ് മൊത്തം ഔട്ടായിട്ട് ഇവൻ അവിടെ നിന്ന് ഇറങ്ങി ബാത്റൂമിൽ പോയെന്നാണ് പറയുന്നത്. എൻ്റെ പൊന്നോ, ഈ വട്ടത്തെ ബിഗ് ബോസ് സീസൺ എന്തൊക്കെ കാണണം ദൈവമേ. ഇത്രയും സെക്ഷൽ പരിപാടി ഈ ഒരു സീസണിലാണ് ഉള്ളത്. എന്തുവാണ് ഇത് സത്യം പറഞ്ഞ കാര്യം? ജിൻഡോ ശരിക്കും എന്താണ് ജിൻഡോയുടെ ശരിക്കുള്ള പ്രശ്നം? ജിൻഡോ ചെയ്യുന്ന പല കാര്യങ്ങളും സീരിയസ് ആയിട്ട് ചെയ്യുന്നത് മണ്ടത്തരമായിട്ടാണ് വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം ഈ ശരണ്യയുടെ ഒക്കെ ഒരു കേസ് എടുക്കാം. ശരണ്യയുടെ കേസ് എങ്ങനെയായിരുന്നു വന്നത്? ജിൻഡോ ഭയങ്കരമായിട്ട് എന്തോ ജിം ട്രെയിനറും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പം ജിൻഡോ എന്തോ എക്സസൈസ് അങ്ങോട്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങാണ്ടാണ് കയറി പിടിക്കാനായിട്ട് ശ്രമിച്ചെന്നോ, പിന്നെ എന്തോ സ്ട്രെച്ച് ചെയ്യുന്നതിനെ പറ്റിയിട്ട് പറഞ്ഞപ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ അപ്സര മാറ്റിക്കൊണ്ട് വിളിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ട് എന്ന്. പക്ഷെ ഇവരൊക്കെ എന്തുകൊണ്ട് ഇതൊക്കെ അന്നേരം സ്പോട്ടിൽ കംപ്ലൈന്റ് ചെയ്യുന്നില്ല? പിന്നെ വന്നിരുന്ന ഈ കഥ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതിനകത്തൊന്നും വലിയ അർത്ഥം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ജിൻഡോ, ഇത് എന്താണ് ജിൻഡോയ്ക്ക് പറ്റിയത്? ശരിക്കും പറഞ്ഞാൽ ഈ ശരണ്യ ജിൻഡോ ആയിട്ട് പുറത്ത് ഭയങ്കര കമ്പനിയാന്നൊക്കെ കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് കണ്ടിട്ട് അതിൻ്റെ ഒരു പരിചയം പോലും ഇല്ല. ഞാൻ നിങ്ങളൊരു വീഡിയോ കാണിക്കാം. ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പം കാണാമല്ലോ, ഇതൊരു ജിമ്മാണല്ലേ. ഇപ്പൊ ഞാൻ നിൽക്കുന്ന ആലുവയത്തെ ജിമ്മിലാണ്. ജിം മാഷ ആരാന്നറിയണ്ടേ? ജിൻഡോ ബോഡി ക്രാഫ്റ്റ് ജിമ്മിലാണ് ഞാൻ നിൽക്കുന്നത്, മാഷ. അപ്പൊ ഇതാണ് എന്റെ ജിം മാസ്റ്റർ. എന്റെ ബോഡി എങ്ങനെയാണ് ഇങ്ങനെ ഫിറ്റ് ആക്കിയെന്നൊക്കെ ചോദിച്ചില്ലേ? അപ്പൊ ഇതാണ് മാഷ. ഞാനിപ്പോ നിൽക്കുന്ന ആലുവയിലാണ്. ആലുവ മാത്രമല്ല, ഞങ്ങൾക്ക് ബ്രാഞ്ച്, മാഷയ്ക്ക് ബ്രാഞ്ച് എറണാകുളവും ഉണ്ട്.
ഇപ്പൊ എന്താ ട്രിവാൻഡ്രത്ത് ആരും വിഷമിക്കണ്ട. ട്രിവാൻഡ്രത്ത് പുതിയ ബ്രാഞ്ച് തുടങ്ങാൻ പോകുകയാണ്. മാഷ കുറച്ച് ട്രിവാൻഡ്രത്തെ പറ്റി എന്തൊക്കെയാണ് ഉള്ളത്? പട്ടത്താണ് അടുത്ത ജിമ്മോട് നമ്മളെ നമുക്ക് പൊളിക്കാം തീർച്ചയായിട്ടും പൊളിക്കാം. അപ്പം കുറെ വർക്ക്ഔട്ട് ഉണ്ട്, കുറെ സെക്ഷൻസ് ഉണ്ട്, ബോയ്സും ഫീമെയിൽസും എല്ലാവർക്കും നല്ല രീതിയിൽ ഫിറ്റ് ആവും. എങ്ങനെ ഇരിക്കുന്നത്? എൻ്റെ ബോഡി ഇങ്ങനെ ഇത്രയും ഫിറ്റ്നസ് ഒക്കെ ആക്കി തന്നത് ഈ പറയുന്ന എൻ്റെ മാഷ് ജിൻഡോ ആണെന്ന്. അന്നൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. അല്ലെങ്കിൽ പിന്നെ അന്ന് ഒരു ഈ പറയുന്ന പുറത്ത് ജിൻഡോയുടെ സ്വഭാവം അല്ലെങ്കിൽ മോശമാണെന്നോ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങൾ അതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യത്തില്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം എനിക്കൊരു പുള്ളിയെടുത്ത് കംഫർട്ട് അല്ലെന്നും പറഞ്ഞതാണ്. പക്ഷേ നിങ്ങൾ അതൊന്നും ഒരു കുഴപ്പവും ഇല്ലാതെ ഇപ്പം മറ്റേ ജിൻഡോ കയറി പിടിച്ചതിനകത്ത് പറയുന്നതിനകത്തോട്ട് എന്ത് ലോജിക്ക് ഉണ്ടെന്ന് അറിയത്തില്ല. പിന്നെ ജിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി ഭയങ്കര മഹാനാന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇത്രയും അലിഗേഷൻസ് വരുമ്പോൾ തീർച്ചയായിട്ടും ഇതില്ലാതെ പോയി ഉണ്ടാവില്ലെന്ന് പറയുന്ന കണക്ക് എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കാം. എന്തോ ആയിക്കോട്ടെ. പക്ഷെ ഇത്രയും ക്യാമറയുടെ മുന്നിലും ഇത്രയും ആൾക്കാരൊക്കെ ഉള്ളപ്പോഴും ഇങ്ങനെയൊക്കെ കാണിക്കുന്ന എനിക്കെന്തോ അത്ര അങ്ങോട്ട് ലോജിക്ക് ഫീൽ ചെയ്യുന്നില്ല ആ ഒരു കാര്യത്തിൽ. എന്താ കഴിഞ്ഞാലും ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ പൊന്നളിയാൻ നീ നാറും. ഞാൻ ഉള്ള കാര്യം പറയുന്നത്, വെളിയിൽ ഇറങ്ങി വന്ന് നടക്കാൻ പറ്റാത്ത രീതിയിലോട്ടാവും. ഇത് നല്ല ഫാൻസ് ഉള്ളത്. അതും എനിക്ക് തോന്നുന്നു ഫീമെയിൽ ആൾക്കാരാണ്, ഫീമെയിൽ ഓഡിയൻസ് ആണ് ഏറ്റവും കൂടുതൽ ജിൻഡോയ്ക്ക് ഫാൻസ് ഉള്ളത്. ജിൻഡോ ചെയ്യുന്ന മണ്ടത്തരങ്ങളും കോമഡി എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ഈ ഒരു സാധനം വരുമ്പോഴത്തേക്ക് എല്ലാവരുടെയും ഉള്ളിൽ ഒരു നെഗടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ജമ്മത്ത് പോകത്തില്ല. എന്തായാലും ജിൻഡോയുടെ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ജിൻഡോയുടെ അച്ഛൻ്റെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു, ഒന്ന് കണ്ടു നോക്കാം. ഇപ്പൊ ബിഗ് ബോസിനകത്ത് ജിൻഡോയ്ക്കെതിരെ ഒരു അലിഗേഷൻ ഉയർന്നിട്ടുണ്ട്. ജിൻഡോയ്ക്ക് ഈ സ്ത്രീകളോട് ഒരു ഇതുണ്ട് എന്നുള്ള രീതിയിൽ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അതിനെപ്പറ്റി അവിടെ ഉള്ള ആൾക്കാരൊക്കെ കൂടി ജിൻഡോനെ ഒറ്റപ്പെടുത്താം, അതാണ് അവർ എടുത്താനുള്ള തീരുമാനം. അപ്പോൾ അതുകൊണ്ട് പല വിഷയങ്ങളും വരും. അങ്ങനെ വരും, അതിനെ അങ്ങനെ കാണുന്നത്. അങ്ങനെയാണ് മോനോട് ഇപ്പൊ എന്താ അച്ഛന് പറയാനുള്ളത്? എന്നോട് പറയാൻ വിജയിച്ച് കയറി പറ്റേ, ബിഗ് ബോസിൽ വിജയിച്ച് കയറി പറ്റ ആള് വിജയിച്ച് വരുന്നത് എനിക്ക് നല്ല ഉറപ്പാണ്. ജിൻഡോ നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ്, നന്നായിട്ട് കളിക്കുന്നുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ നല്ല ഫ്രണ്ട്സാണ്, നല്ല കളിയാണ്. ബിഗ് ബോസിനുള്ളിൽ പുള്ളി കയറിയതും തൊട്ടുന്ന എന്താണ് പുള്ളിക്കെതിരെ പുള്ളി മണ്ടത്തരങ്ങളാണ് കൂടുതലും ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് പൊതുവെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും മണ്ടൻ ആണ് ജിൻഡോ എന്നുള്ള രീതിയിൽ സഹമത്സരാർത്ഥികൾ ഉൾപ്പെടെ പലരും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. യഥാർത്ഥ ജീവിതത്തിൽ ജിൻഡോ എങ്ങനെയാണ്? ജിൻഡോ അടിപൊളി ബുദ്ധിമാനല്ലേ, ആകെ അവൻ്റെ കളിയല്ലേ, നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് ജിൻഡോ. ജിൻഡോനെ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്താല്ലേ, എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുമ്പോൾ പുള്ളിയുടെ രീതിയിലുള്ള സ്റ്റാൻഡിൽ നിന്ന് കളിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പം നാട്ടിലും എല്ലാവർക്കും പിന്നെ വീട്ടിൽ സ്വാഭാവികമായിട്ട് അച്ഛനും അമ്മയടുത്തും ചോദിക്കുമ്പോൾ നല്ലതായി അവർ എല്ലാവരും പറയത്തുള്ളൂ. എന്തായി കഴിഞ്ഞാലും ജിൻഡോയ്ക്കെതിരെ ഇപ്പം ഭയങ്കരമായ ഇതായിരിക്കും. ഇന്നത്തെ മിക്കവാറും എപ്പിസോഡിൽ ലാലേട്ടൻ ഇതിനെ വിഷയത്തെ പറ്റി എന്തായാലും ചോദിക്കുമായിരിക്കും കേട്ടോ. മിക്കവാറും ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഉള്ള കണ്ടസ്റ്റൻസ് എതിർത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജിൻഡോനെ പുറത്താക്കും, ഒരു സംശയവും. ഇങ്ങനെയൊക്കെയുള്ള അലിഗേഷൻസ് വന്നു കഴിഞ്ഞാൽ അവരുടെ ഷോയ്ക്ക് ഹോൾഡ് ചെയ്ത് വെക്കുന്നതിൽ ഒരു ലിമിറ്റുണ്ട്, അവരെടുത്ത് പുറത്ത് കളയും, അവരുടെ രീതി അങ്ങനെയാണ്. അപ്പം ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് കുറേ ആൾക്കാർ ഈ പറയുന്ന ജാസ്മിനായാൽ പോലും അടുത്തിരുന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും പോയിട്ട് ശരീരത്തിൽ തൊടുന്ന എടുക്കുന്നത് ശരിയല്ലെന്നൊക്കെ ഉള്ള രീതിയിൽ ജാസ്മിൻ 2-3 എപ്പിസോഡിന് മുന്നേ അതായത് 3-4 ദിവസത്തിന് മുന്നേ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ജിൻഡോ ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ടും ഇത്രയും കാര്യങ്ങൾ കേട്ടിട്ടും വീണ്ടും അഭിഷേകിനെ പോയിട്ട് ഇങ്ങനെ കയറി പിടിച്ചു എടുത്തെന്നൊക്കെ പറയുന്നതിനകത്ത് ജിൻഡോ എന്ത് ബൈസെക്ഷൽ എങ്ങാണോ ആണ്? അത് ഞാനിന്ന് ആലോചിക്കുന്നത്, ജിൻഡോയ്ക്ക് ഇത്രയ്ക്ക് വലിയ ഫ്രസ്ട്രേഷൻ വല്ലതും ഉണ്ടോ ഈ ഒരു കാര്യത്തിൽ? എന്താ കഴിഞ്ഞാൽ കോമഡി ആയിട്ടുണ്ട്. എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.